ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ മനസ്സിൽ ഒരു പേഴ്സൺ ഉണ്ട്. അതായത് ഭയങ്കര ഒരു ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എന്താ പറയുക, ഒരു ഫാമിലി ലൈക്ക് ഒരു കണക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലുള്ളൊരു ഡ്രീം, അതായത് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു വ്യക്തി മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ജീവിതം അതുപോലെ കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് പോലെ ഇത് വന്നിട്ടുണ്ട്. എന്തോ ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്ത എന്താ പറയുക, ഒരു സങ്കടം, വിഷമം, വല്ലാത്തൊരു നിരാശ, അതേപോലത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട് ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി വലിയ ഒരു സ്വപ്നങ്ങളോ അതല്ലെങ്കിൽ അതായത് നിങ്ങളുമായിട്ടുള്ളത് മാത്രമല്ല, അല്ലാതെ ജോബും എന്തും, അത് ഫ്യൂച്ചർ എന്തും ആവാം. അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഒന്നും പ്രോപ്പറായിട്ട് കാര്യങ്ങളും ഒന്നും അയാൾക്ക് എന്താണെന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ട് ഇല്ല. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും അയാളുടെ ഫ്യൂച്ചറും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരു ഇതിലാണ് ആ ഒരു പേഴ്സണെ കാണുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ എന്താ പറയുക, പതുക്കെ ഒന്നെങ്കിൽ ഒരു എനർജി കുറച്ചിട്ട് ഒന്ന് പോസ് ചെയ്ത് ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഒരു കൺഫ്യൂഷനാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഒരു ഐഡിയയും കിട്ടില്ല, ഒരു ക്ലാരിറ്റിയും ഇല്ല. അപ്പം മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ആയിട്ടുള്ളൊരു സൈലൻസ്, അതല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും എന്തായാലും നിങ്ങൾ തമ്മിലുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടും ഒക്കെ വളരെ ലോ ആയിട്ട് ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരം കുറഞ്ഞിട്ടുണ്ട്, നോ കോണ്ടാക്റ്റ് ആണോ, അങ്ങനത്തേക്ക് ഇരിക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇനിയും തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വരുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കും. നിങ്ങൾ തമ്മിലുള്ള എല്ലാത്തിനും അയാൾക്ക് ഡൗട്ട് അടിച്ചിരുന്ന കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി വരും. പിന്നെ നിങ്ങളോട് അയാൾ എക്സ്പ്രസ് ചെയ്യും, അയാൾ എന്താണ് അങ്ങനെ ചെയ്തത്, എന്താണ് അയാളുടെ ഉള്ളിലുള്ളത് എന്നൊക്കെ തമ്മിലൊരു സംസാരമൊക്കെ നടക്കും. പിന്നെ അത് വളരെ ജെന്യുവനായിട്ട് തന്നെയാണ്, സത്യസന്ധമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരേ ടീമിൽ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഈ ഒരു പ്ലേസിലൊക്കെ വെച്ച്, എല്ലാവരുടെയും കേസല്ല പറയുന്നത്, ചില ആൾക്കാർക്ക് വർക്ക് പ്ലേസിൽ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്കൂൾ കോളേജസിൽ വെച്ച് കണ്ടിട്ടുണ്ടാകാം, അങ്ങനെ അല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ടൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. അതായത് ഈ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും പതുക്കെ പോയി ഇങ്ങനെ ഇതായിക്കൊണ്ടിരുന്ന ആ ഒരു സാധനം വീണ്ടും റീബിൽഡ് ചെയ്ത് വരുന്ന ആ ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും ചില സ്ഥലങ്ങളിലും ചില ഇതേപോലെ
ഇതിലൊക്കെ നിങ്ങളെ തമ്മിൽ വീണ്ടും വീണ്ടും കാണിപ്പിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ നല്ല രീതിയിൽ, അതായത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാനൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഒരു നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റൻസിലാണെങ്കിലും ഇടയ്ക്കൊക്കെ കണ്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എഫേർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പേഴ്സണും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പേഴ്സണും കൂടി വിചാരിച്ചിട്ടാണല്ലോ ചിലപ്പോൾ വഴിയിലൊക്കെ വെച്ചിട്ടാണെങ്കിലും വന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്നൊരു വ്യക്തിനെ കാണുന്നത്. പിന്നെ ഒരു കമ്മിറ്റഡ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഈ പേഴ്സൺ എങ്ങനെ ആയിരുന്നു, ഒരു ഡൗട്ട് അടിച്ചിരുന്നതിൽ നിന്നൊക്കെ കുറേയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇതിനെയൊക്കെ പറ്റി ആലോചിച്ചും കണ്ടും കേട്ടും ഒക്കെ ഒരുപാടൊക്കെ ആ ഒരു പേഴ്സണ് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്താ പറയുക എനർജിയും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഡൗട്ട് അടിച്ച് നിന്ന ആ ഒരു സമയത്ത് നിന്നും എൻറ്റയർലി എനർജി ഷിഫ്റ്റായിട്ട് പുതിയൊരു തരത്തിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, അതായത് പാസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ്ങിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് അയാൾക്കൊരു ഐഡിയ ഇല്ലാതെ എടുത്ത് നിന്നും അയാൾക്കിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതിനൊക്കെയുള്ള ക്ലാരിറ്റി ഒക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പും പ്രോബ്ലംസും ഒക്കെ ആയിരുന്നതിൽ നിന്നൊക്കെ ആ ഒരു പേഴ്സൺ നല്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അത് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇവർ അവോയ്ഡ് ചെയ്ത് പോകുകയും കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളായിട്ട് കുറച്ചതല്ല, ആ ഒരു പേഴ്സണായിട്ട് തന്നെ പതുക്കെ കുറച്ചുകൊണ്ടൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു, നിങ്ങളുടെ ആ ഒരു വിഷമത്തിൻ്റെ ഡെപ്ത് എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടൊക്കെയുണ്ട് ഈ ഒരു പേഴ്സൺ. പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ തന്നെയും നിങ്ങളാണ് അവരുടെ ഒരു സേഫ് എന്താണ് പറയുക കറക്റ്റായിട്ടുള്ളൊരു സേഫായിട്ടുള്ളൊരു സ്പേസ്. മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ അന്ന് ഉണ്ടെങ്കിലും മൊത്തം സംശയമായിരുന്നു. ചിലപ്പോൾ എന്താ പറയുക വൂൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അതല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന അയാളുടെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, ഫാമിലി, ഫിനാൻസ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അപ്പോഴും അയാൾക്ക് നിങ്ങളോട് ആ ഒരു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു കാംനെസ്സും ഒരു സേഫൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതയാളധികം കൂടുതൽ അങ്ങോട്ട് ഇതായിട്ട് പോയിട്ടില്ല. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അയാളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ എന്തൊക്കെയോ സംതിങ് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്ന് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് നല്ല ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സും ഉള്ളിൽ കരുതുന്നുണ്ട്. നമുക്കിവിടെ ഒരു എനർജിയിൽ കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഇല്ലാന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ കാണുന്നുണ്ട്. നിങ്ങളവർ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫീലിങ്സിൽ നിന്നുമൊക്കെ അവർ ഓടി മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് ഇതിൽ ട്രാപ്പായി കിടക്കുന്നത്, ഫീലിങ്സിലൊക്കെ തന്നെ ട്രാപ്ഡായി കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് തരാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ വന്നതിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നതും. പിന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരാതിരിക്കാനുള്ളൊരു കാര്യവും നിങ്ങളിൽ നിന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ ഓടി മാറുന്നതിനും ഒരു റീസൺ ഇതാവാനും ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു നല്ലൊരു എനർജി ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ അതങ്ങ് ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫീലിങ്സൊക്കെ അയാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സൺ മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് അയാൾ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റിഗ്രറ്റും കാര്യങ്ങളും ഉണ്ട്, ഗിൽറ്റി ഉണ്ട്, നല്ലതുപോലെ ഗിൽറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഒരു നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ചിലരിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പ്, ബാഡായിട്ടുള്ള ഫ്രണ്ട്സ്, മനസ്സിലായ കൊളീഗ്സ്, അതും ഒക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബാഡായിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ തന്നെ, എന്തെങ്കിലും എന്താ പറയുക, ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനെ അതേപോലുള്ള ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ അതിൽ നിന്നൊക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ആ ഒരു പേഴ്സൺ അതിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. അങ്ങനെയും നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഗിൽറ്റിനെസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു നിങ്ങളോടിപ്പോൾ ഒരു നല്ല രീതിയിലൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അയാൾക്ക് നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ചെയ്തതും ഒക്കെ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ, അതായത് നിങ്ങൾ തെറ്റാണ്, അതിലേ പോകരുത്, എടുക്കരുത് എന്നൊക്കെ നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്നു. ഇത് ചിലർക്കാണ് ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ എനർജി വരുന്നത്. ബാക്കി ചിലർക്ക് ഒരു തേർഡ് പാർട്ടി, അതായത് ഏതും ആവാം, തേർഡ് പാർട്ടി ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഒരു അഫെയർ ആയിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പേഴ്സണ് അതൊക്കെ മാറി നിങ്ങളോട് പഴയ പോലെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു എന്താ പറയുക, എന്തോ ഇങ്ങനെ എന്താണ്, ഒരു വിഷമമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ചെയ്തില്ല, ഞാൻ ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു സാഡായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു പേഴ്സണിൽ ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തിനെ പറ്റി. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കണ്ടൊരു പേഴ്സണാണിത്. അപ്പോൾ പെട്ടെന്ന് ഇതുപോലത്തുള്ള ഒരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളും വന്നതുകൊണ്ട് തന്നെ നിങ്ങളും തന്നെ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സംസാരിച്ചാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധത്തിൽ ഒരു ടൈം കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക, അതല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും സംസാരിക്കുക, നിങ്ങളോട് ക്ഷമ പറയുക, മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരികെ പിടിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞ് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം എന്നൊക്കെ അങ്ങനെയൊക്കെ ശ്രമിക്കണം എന്നൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ആ ഒരു പേഴ്സൺ ചെയ്യാറുണ്ടെന്നല്ല, ചെയ്യണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പാസ്റ്റ് മിസ്റ്റേക്കുകളൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് ശരിയാക്കി നിങ്ങളായിട്ടുള്ളൊരു എന്താ പറയുക, ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അതൊരു ലോങ് ടൈം ആഗ്രഹം തന്നെയാണ് ആ ഒരു പേഴ്സണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് പറയാൻ പറ്റും ഇയാൾ ഒരുപാട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾ ഡിസ്റ്റൻസ് എടുത്തത്, എന്തിനെയാണ് ഇയാൾ ഭയക്കുന്നത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിനൊക്കെ അയാൾ ഒരു ഉത്തരം തരാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇഷ്ടം ഈ ഒരു വ്യക്തിയോടുണ്ടായിരുന്നു. നിങ്ങൾ കാണിച്ചിരുന്നു, നിങ്ങൾ ഒരുപാട് കൈൻഡ്നെസ് കൊടുത്തിരുന്നു, ഭയങ്കര ക്ഷമയോടുകൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും, അതായത് ഇതേപോലുള്ള തേർഡ് പാർട്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അതുമൊക്കെ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെയും നിങ്ങളുടെയും തമ്മിലുള്ളൊരു കാമിക് ഹീലിംഗ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ഒരു ടൈം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ ടൈമിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചെടുക്കുന്ന ആ ഒരു പാസ്റ്റിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ രണ്ടും ഒരു ഹയർ വൈബ്രേഷനിലോട്ട് വന്നിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും ഒരുമിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമിക്കും. എല്ലാത്തിനും ഒരു ഇമോഷണൽ ക്ലാരിറ്റി ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുക്കുകയൊക്കെ ചെയ്യും. ഒരു നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ വന്നതുകൊണ്ട് രണ്ടുപേർക്കും ലൈഫിൽ നല്ലൊരു രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പേഴ്സൺ തിരിച്ചു വരും. അതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന സത്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് വരും.
പിന്നെന്താ പറയുക, അയാൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഓപ്പണാക്കി നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ക്ലിയറായിട്ട് തന്നെ ആൻസർ പറയും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.